ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യയോഗ. സാഖ്യയോഗയിലെ 40 ശ്ലോകങ്ങൾ വരെ നമ്മൾ പഠിച്ചു. ഇതുവരെ ഭഗവാൻ ശരീരത്തെ പറ്റിയും ആത്മാവിനെ പറ്റിയുമൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അർജുനന് സംശയം തീരുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ശരിയായ അർത്ഥതലങ്ങളിലേക്ക്, അതായത് ശരിയായ ജ്ഞാനത്തിലേക്ക് അർജുനനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമുക്ക് 41-ാമത്തെ ശ്ലോകം നോക്കാം. വ്യാവസായാത്മികാ ബുദ്ധിരേ കേഹ കുരു നന്ദന ബഹുശാഖ ഹ്യ അനന്താശ്ച ബുദ്ധയോ അവ്യവസായിനാം. അർത്ഥം നമുക്ക് നോക്കാം. വ്യാവസായാത്മിക അർത്ഥം ദർശിക്കുന്നവൻ എന്നാണ്. ബുദ്ധിരേ അർത്ഥം ഉറപ്പുവരുത്തി. കേ ഹ അത് ഏകയെന്നും ഇഹ എന്നും 2 വാക്കുകൾ ചേർന്നിട്ട് കേഹ എന്ന ഒരൊറ്റ പദം സിദ്ധിച്ചിരിക്കുകയാണ്. അർത്ഥം ഏക എന്നത് ഒറ്റയായ എന്നതും ഇഹ എന്നത് ഇവിടെ എന്നുമാണ്. ഇവിടെ ഒറ്റയായ. കുരുനന്ദന അർത്ഥം പാർത്ഥൻ. ബഹുശാഖേ അർത്ഥം പല ശാഖകൾ. ഹി അല്ലെങ്കിൽ ഹ്യ അർത്ഥം തീർച്ചയായും. ഹ്യ അനന്താശ്ച എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനന്ത എന്നാൽ അവസാനമില്ലാത്തത്, ച കൂടെ. ബുദ്ധയോ അർത്ഥം ചിന്തകൾ. അവ്യവസായിനാം അർത്ഥം ദൃഢചിത്തത ഇല്ലായ്മ. ശ്ലോകം നമുക്ക് നോക്കാം. ശ്ലോകാർത്ഥം: ഹേ കുരുനന്ദന, അതായത് അല്ലയോ പാർത്ഥ, നിശ്ചയിച്ചുറച്ച ബുദ്ധി ഒന്നിൽ തന്നെ ഉറച്ചതാണ്. ദൃഢചിത്തതയില്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല ശാഖകളായി അവസാനമില്ലാത്തതാകുന്നു. ഇതാണ് ശ്ലോകാർത്ഥം. ഇവിടെ ഭഗവാൻ മനസ്സിൻ്റെ ആ ചഞ്ചല സ്വഭാവത്തെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മനസ്സ് പലപ്പോഴും എന്തായിരിക്കും? ഈ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അല്ലേ? നമ്മൾ നാമജപത്തിനിരിക്കുമ്പോൾ, നമ്മൾ ഇരിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ അവിടെ വിളക്ക് തെളിയിച്ചിരിക്കുന്നത്? നാമം ജപിക്കാനായിട്ടാണ്. പക്ഷേ നമ്മുടെ മനസ്സ് ആ സമയത്ത് എങ്ങോട്ടേക്കൊക്കെ പോകും? ഒരു ലളിതാ സഹസ്രനാമം ജപിക്കാനിരിക്കുമ്പോൾ നമ്മളെപ്പോഴും എത്രാമത്തെ ശ്ലോകമായി, 500, 550 ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതെപ്പോൾ തീരും? 15 മിനിറ്റ് കഴിഞ്ഞു, 20 മിനിറ്റ് കഴിഞ്ഞു, നമ്മളിങ്ങനെ അത് ചിന്തിച്ചുകൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ആ സമയത്ത് ഫോൺ വരുന്നുണ്ടോ, അതല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ, ചിലപ്പം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ വരും. ഇങ്ങനെ മനസ്സ് ഏതൊരു കാര്യത്തിലാണോ നമ്മൾ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്, ഒരിക്കലും ആ മനസ്സ് എന്ത് ചെയ്യത്തില്ല, അവിടെ ഇരിക്കത്തില്ല. അതെന്ത് ചെയ്യും? ഇങ്ങനെ പാഞ്ഞ് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ ആ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുവാൻ ശീലിക്കുകയാണ് വേണ്ടത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ അവന് കാറ് വേണം, അവന് വീട് വേണം. ആദ്യം നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഒരു കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കണം. അതാണ് ആ കുട്ടി പ്രാർത്ഥിക്കുന്നത് അല്ലേ? നല്ല മാർക്ക് കിട്ടണം, എനിക്ക് പരീക്ഷയ്ക്ക് ജയിക്കണം. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചിന്തിക്കും? അഡ്മിഷൻ കിട്ടണം നല്ല സ്കൂളുകളിൽ. പിന്നെ നമ്മൾ എന്ത് ചിന്തിക്കും? നന്നായിട്ട് പഠിച്ച് മാർക്ക് കിട്ടി മത്സര പരീക്ഷകളിൽ ജയിക്കണം, എനിക്ക് നല്ല ജോലി കിട്ടണം. പിന്നെ അടുത്ത ആഗ്രഹം എന്താണ്? നല്ല വീട് വെക്കണം, നല്ല കല്യാണം കഴിക്കണം, പിന്നെ നല്ല കുട്ടികളുണ്ടാകണം, പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ. ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഓരോ സമയങ്ങളിലും വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഏറ്റവും അവസാനം നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ പ്രാർത്ഥിക്കും, നാമം ജപിക്കും. എന്താണ്? ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ അങ്ങ് മേളോട്ട് പോകണം, കിടക്കരുത്. പിന്നെ അതാണ് പ്രാർത്ഥന അല്ലേ? അയ്യോ കിടത്തല്ലേ ഭഗവാനെ, എന്നെ ഒരു ദിവസം പോലും ആർക്കും ശല്യം ഉണ്ടാക്കാതെ എന്നെ അങ്ങ് വിളിക്കണമേ. പിന്നെ ഇതാണ് പ്രാർത്ഥന അല്ലേ? അപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്താണ്? മോക്ഷം ലഭിക്കണം.
ചിലർ എന്താണ് വിചാരിക്കുന്നത്, ദൈവമേ അങ്ങ് സ്വർഗത്തിലേക്ക് തന്നെ എന്നെ കൊണ്ടുപോകണമേ, എന്നിട്ട് എന്ത് ചെയ്യണം, അവിടെയുള്ള സുഖസൗകര്യങ്ങളൊക്കെ എനിക്ക് അനുഭവിക്കാനായിട്ട് തരയണമേ, എന്നെ നരകത്തിൽ വിടല്ലേ. ഇങ്ങനെയും പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്, മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആഗ്രഹങ്ങൾ തീരുന്നില്ല. മരിച്ചതിന് ശേഷം എന്ത് കിട്ടണം എന്നതും കൂടി നമ്മൾ ഈ ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സിങ്ങനെ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ബുദ്ധിയുള്ളവരുടെ മനസ്സ്, ദൃഢബുദ്ധിയുള്ളവരുടെ മനസ്സ് എന്തു ചെയ്യും, ഒരൊറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് നിൽക്കും. അതില്ലാത്തവരുടെ ആ മനസ്സ് എന്തു ചെയ്യും, അവരുടെ ബുദ്ധി എന്തു ചെയ്യും, പല ശാഖകളായി ഇങ്ങനെ പിരിഞ്ഞു പൊക്കൊണ്ടേയിരിക്കും. ബുദ്ധി കറക്റ്റായി പ്രവർത്തിക്കത്തില്ല എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഭഗവാൻ പല കാര്യങ്ങളും അർജുനനോട് പറയുന്നുണ്ട്. അതാണ് ശരി, അതാണ് തെറ്റെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അർജുനൻ്റെ ബുദ്ധി നേരായി നിൽക്കുന്നില്ല. എന്തുകൊണ്ടാണ് അർജുനൻ്റെ ബുദ്ധി നേരായി നിൽക്കാത്തത്? അർജുനന് ദൃഢചിത്തതയില്ല. മനസ്സ് ശരിയായി നിർത്തുവാൻ, ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനുള്ള ശേഷി അർജുനനില്ല. അങ്ങനെ ശേഷിയില്ലാത്തവരുടെ മനസ്സ്, അവരുടെ ബുദ്ധി ഇങ്ങനെ പല വഴിക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത്, ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലൂടെ ഭഗവാൻ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് നമുക്ക് നോക്കാം. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യ വിപശ്ചിതാഃ വേദവാദരതാഃ പാർത്ഥ നാന്യദസ്തി വാദിനഃ. അർത്ഥം നമുക്ക് നോക്കാം. യാ എന്ന വാക്കിൻ്റെ അർത്ഥം ഏത്, ഇമാം ഇത്, പുഷ്പിതം അതായത് അലങ്കൃതമായ എന്നാണ്, വാചം അർത്ഥം സംസാരം, പ്രവദന്തി മുഴുവനായ, അവിപശ്ചിത അർത്ഥം അജ്ഞാനി, വേദവാദരതാഃ അർത്ഥം വേദങ്ങളെ പ്രശംസിച്ചുകൊണ്ട്, പാർത്ഥ അർജുനൻ, ന ഇല്ല, അന്യദസ്തീതി അതായത് അന്യ എന്നാൽ മറ്റുള്ള, അസ്ഥി എന്നാൽ നിലകൊള്ളുക, ഇതി ഇപ്രകാരം, വാദിനഃ അർത്ഥം പ്രസ്താവിക്കുക. ശ്ലോകാർത്ഥം നമുക്ക് നോക്കാം. അല്ലയോ അർജുന, ബുദ്ധിഹീനരിൽ നിന്ന് ആലങ്കാരികമായ വാക്കുകൾ, ആ വാക്കുകൾ എന്തു ചെയ്യും, വേദങ്ങളെ പ്രശംസിച്ചുണ്ടാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചില മനുഷ്യരുടെ വിചാരം സ്വർഗത്തിൽ പോകുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന്. അപ്പോൾ അവർ ഈ വേദങ്ങളെയും ഒക്കെ തന്നെ അതിലെ വാക്കുകളെ ഇങ്ങനെ നിരന്തരം മുറുകെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും, അതിനെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഭഗവത്ഗീതയാണെങ്കിലും ഭാഗവതമാണെങ്കിലും അതുപോലെ തന്നെ ഉപനിഷത്തുകളും വേദങ്ങളുമാണെങ്കിലും ഒക്കെ തന്നെ ഇത് എന്നെഴുതപ്പെട്ടതാണ്, ഒരുപാട് പുരാതന കാലത്ത് എഴുതപ്പെട്ടതാണ്. അന്നത്തെ സാഹചര്യങ്ങളാണോ ഇന്നത്തെ സാഹചര്യങ്ങൾ? അല്ല. അന്ന് സ്ത്രീകൾ ജീവിച്ചിരുന്ന രീതിയിലാണോ ഇന്ന് സ്ത്രീകൾ ജീവിക്കുന്നത്? അന്ന് പുരുഷന്മാർ ജീവിച്ചിരുന്ന രീതികളിലാണോ ഇന്ന് ജീവിക്കുന്നത്? അന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആഹാര സാധനം പണത്തിന് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആഹാര സാധനങ്ങൾ പണത്തിന് വിറ്റില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെയുള്ള ഹോട്ടലുകളിലൊക്കെ ആഹാര സാധനങ്ങൾ എന്ത് ചെയ്യുകയാണ്? പണത്തിന് വിൽക്കുകയാണ്. ഹോട്ടലുകളൊന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമോ? ഇല്ല. അപ്പം അതിനകത്തു നിന്നും നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? കൊള്ളലാഭം മേടിക്കരുത്, നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുക. ഒരു നേരം കാശില്ലാത്തവൻ വന്നാലും കൊടുക്കാൻ തയ്യാറാവുക. ഇങ്ങനെ അതിനെ എന്തു ചെയ്യണം? നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ നല്ലതായി വ്യാഖ്യാനിക്കണം. അങ്ങനെ ചെയ്യണം എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ആ വാക്കുകളെ, അതായത് ബുദ്ധിഹീനരാണ്
അങ്ങനെ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആലങ്കാരികമായ വാക്കുകൾ വേദങ്ങളെ പ്രശംസിച്ചുണ്ടാക്കുന്നു. അങ്ങനെ ഇത് ചെയ്താൽ സ്വർഗത്തിൽ പോകും, സ്വർഗത്തിൽ പോകുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞ് ജീവിക്കുന്നത് ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബുദ്ധിഹീനരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അർജുനൻ ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം യുദ്ധം ചെയ്യാൻ വയ്യ, യുദ്ധം ചെയ്യുന്നത് എൻ്റെ ഗുരുജനങ്ങളോടാണ്, അങ്ങനെ യുദ്ധം ചെയ്താൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല, അങ്ങനെ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ് പ്രമാണങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറയുകയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ആരും മാറുന്നില്ല, അർജുനൻ മാറുന്നില്ല. ആ സമയത്താണ് ഇത് ബുദ്ധിഹീനതയാണ് എന്ന് ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 43-ാമത്തെ ശ്ലോകം. കാമാത്മനഃ സ്വർഗപരാ ജന്മകർമ്മ ഫലപ്രദാം ക്രിയാവിശേഷബഹുളാം ഭോഗൈശ്വര്യ ഗതിം പ്രതീം. ഇവിടെ കാമാത്മനാഹ അർത്ഥം വർദ്ധിച്ച ആഗ്രഹം, ഫുൾ ഓഫ് ഡിസയേഴ്സ്. സ്വർഗപര അർത്ഥം സ്വർഗലോകം ആഗ്രഹിച്ച്. ജന്മ കർമ്മ ഫലപ്രദാഹ കർമ്മത്തിലൂടെ പുനർജന്മം മോഹിച്ച്. ക്രിയാവിശേഷ ബഹുളം അർത്ഥം ചൈതന്യവർത്തായ കർമ്മങ്ങൾ എന്നാണ് അർത്ഥം. ഭോഗൈശ്വര്യഗതിയും അർത്ഥം സന്തോഷവും ഐശ്വര്യവും. പ്രതി നേടാമെന്നുള്ള ആഗ്രഹം. ശ്ലോകാർത്ഥം. സ്വർഗലോകം ആഗ്രഹിച്ച് ആലങ്കാരിക പ്രശംസ നടത്തുന്നവർ അവരുടെ ക്രിയാശക്തിയാൽ പുതുജന്മം നേടാമെന്നും അതിലൂടെ സന്തോഷവും ഐശ്വര്യവും സമ്പാദിക്കാമെന്നും ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുമ്പ് പറഞ്ഞ ആ ശ്ലോകത്തിൻ്റെ ബാക്കി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ചില മനുഷ്യർ അവരുടെ ജീവിതം തന്നെ എന്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു? സ്വർഗലോകം നേടുന്നതിനായിട്ട് സമർപ്പിച്ചിരിക്കുന്നു. കാരണം സ്വർഗത്തിൽ ചെന്നാൽ എന്താണ്, വലിയ കാര്യങ്ങളൊക്കെ ലഭിക്കും, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ കിട്ടും, അവിടെ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ട്, കാമധേനു ഉണ്ട്, അപ്സരസുകളുണ്ട്, അല്ലേ, അങ്ങനെ പാൽക്കടലിൽ കുളിക്കാം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിലാണ് ചില മനുഷ്യരെന്തു ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അവസാനം എന്തു ചെയ്യും? ഇവൻ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും അവന് സ്വർഗത്തിലേക്ക് പോകുന്നതിനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താണ്? ഇവൻ ചില കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വെച്ചിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ സ്വർഗത്തിലെത്തും. പക്ഷേ ഈ മൂഢൻ അറിയുന്നില്ല അതല്ല ചെയ്യേണ്ടത് എന്ന്. ആ മൂഢൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ അവൻ ഒരിക്കലും സ്വർഗത്തിലെത്താനും പോകുന്നില്ല. അതിനു പകരം എന്തു ചെയ്യും? വീണ്ടും വീണ്ടും ജനിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ ഒരു ക്ഷത്രിയൻ്റെ ധർമ്മമാണ് യുദ്ധം ചെയ്യുക, ഭൂമിയെ സംരക്ഷിക്കുക, രാജാവിൻ്റെ ധർമ്മം നിറവേറ്റുക എന്നുള്ളത്. അതിനു പകരം യുദ്ധം ചെയ്താൽ എനിക്ക് നരകമാണ് ലഭിക്കാൻ പോകുന്നത്, എനിക്കത് പറ്റില്ല, എനിക്ക് സ്വർഗത്തിൽ പോകണം എന്ന് പറഞ്ഞ് തൻ്റെ കർമ്മത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്ന അർജുനനെ ഉദ്ദേശിച്ചിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, നിനക്കൊരിക്കലും സ്വർഗം ലഭിക്കുകയില്ല, അതിന് പകരം നീ വീണ്ടും വീണ്ടും ഈ ഭൂമിയിൽ തന്നെ വന്നു ജനിക്കും. കാരണം ഇപ്പോൾ നീ നിൻ്റെ ജോലി ചെയ്യുന്നില്ല. അത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ശ്ലോകങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.